ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു കുറുമയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് കുമ്പളങ്ങ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. കുറുമ ഉണ്ടാക്കാൻ ആവശ്യമുള്ള കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറുമ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് കുമ്പളങ്ങയാണ്. ഇനി ഇതിനായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 5 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 3 ഏലക്ക, 3 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പ്. ഇനി ഇതിനായിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ഞാനിവിടെ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. കുതിർത്ത് വെച്ചിട്ട് അരക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ആ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കാം. അരച്ച് വരുമ്പോഴത്തേക്കും വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കയും കൂടി ഇട്ട് പൊട്ടിക്കണം. സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്തൊന്ന് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും സവാളയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവിൽ ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. മസാലയെല്ലാം കുമ്പളങ്ങയിൽ പിടിക്കുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം കുമ്പളങ്ങയിൽ നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ഇൻഗ്രീഡിയൻസിനൊപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം 1 സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഞാനിവിടെ ഫ്രഷ് തേങ്ങ മിക്സിയിൽ അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് പൗഡറോ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കുറുമ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി ഒരു 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുറുമയ്ക്ക് ആവശ്യമായ തേങ്ങയും കശുവണ്ടിയും കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. 3 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടതാണ്. ഇപ്പം കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി നോക്കാം. കുമ്പളങ്ങയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സ്പൂൺ കൊണ്ട് വെന്ത കുമ്പളങ്ങ ഒന്ന് പതുക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം. കൂടുതൽ ഉടഞ്ഞു പോകണ്ട, കുറച്ച് മാത്രം നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുക്കർ തുറന്ന് വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി തേങ്ങ മിക്സി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം കറി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ കറി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നീട് കറി തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മതി.
ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ കുറുമ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറുമക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അവസാനം കുറുമയുടെ മുകളിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയുമായ നമ്മുടെ കുമ്പളങ്ങ കുറുമ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്